പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം മുതൽ നമ്മൾ പഠിക്കുകയാണ്. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള, ആട്, പ്രാവ്, നാണയം എന്നീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്തൊക്കെയാണ് അതിൽ കർത്താവ് അർത്ഥമാക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ, അല്ലെ ദൈവം എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കേട്ടു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കേട്ട് കഴിഞ്ഞപ്പോൾ ചില കമൻറ്റുകളൊക്കെ വിട്ടിട്ടുണ്ട്. അത് കമൻറ്റുകൾ വിട്ടുകൊള്ളുന്നത് നല്ലത് തന്നെ, കുഴപ്പമില്ല. തീർച്ചയായിട്ടും എല്ലാ കമൻറ്റുകളെയും എത്ര മോശം പറഞ്ഞാലും നല്ല പറഞ്ഞാലും സ്വീകരിക്കുകയാണ്. കാരണം വെച്ചാൽ ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന ഇമോഷനുകളാണ് അവർ പ്രകടമാക്കുന്നത്. അത് തെറ്റല്ല, അത് ന്യായമാണ്. അത് കേട്ടതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ അവർ പറയുകയാണ്, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സഭയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് ഒരു ചോദ്യമുണ്ട് അതിനകത്ത്. അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, സഭ എന്ത് തെന്മാടിത്തരം കാണിച്ചാലും എന്ത് തെറ്റ് കാണിച്ചാലും നമ്മൾ നിശബ്ദമായിട്ടിരുന്ന് കേൾക്കണം എന്നാണ് അവരുദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. കാരണം പണ്ടത്തെ കാലത്തെല്ലാം അങ്ങനെയായിരുന്നു. എന്നാ പറഞ്ഞാലും നിശബ്ദമായിരുന്നു കേൾക്കുക. ശരിയോ തെറ്റോ എന്ന് ആർക്കും ചോദിക്കാനുള്ള അവകാശമോ അതിനുള്ള നീതിബോധം ആർക്കും ഇല്ലായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ജനാധിപത്യ സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ക്രിസ്മസിൻ്റെ ആഘോഷം നടന്നത് അമിതമായ ആഘോഷമാണെന്നും പറഞ്ഞ് BJPയുടെ ആളുകൾ തടഞ്ഞതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് ആഘോഷം അമിതമായി ആനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ബോംബ് സ്ഫോടനങ്ങൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ നമ്മൾ ഇരിട്ടിയിൽ വാർത്തയിൽ നമ്മൾ കാണുന്നു. ഇരിട്ടിയിൽ വലിയ പാമ്പ്ളാനി മെത്രാൻ്റെ നേതൃത്വത്തിൽ ഇരിട്ടിൽ വലിയ പ്രകടനമാണ് നടക്കുന്നത്. മറ്റേ കരോൾ സന്ദേശം പോലെ, അല്ലെങ്കിൽ ഈ ക്രിസ്മസോടനുബന്ധിച്ചുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പാപ്പന്മാരും വലിയ പാട്ടും കാര്യങ്ങളും. ഇതല്ല യഥാർത്ഥ ക്രിസ്മസ് പ്രിയപ്പെട്ടത്. ഇവിടെയൊക്കെ നമുക്ക് തെറ്റുപറ്റിയാണ്. തിരുത്താൻ ആരുമില്ലാത്തപ്പോൾ തെറ്റുപറ്റുന്നു. ആരെങ്കിലും ഒരാളെങ്കിലും സത്യത്തെക്കുറിച്ച് പറയണ്ടേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കത്തോലിക്ക സഭയിൽ ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കന്മാർക്ക് വിവാഹം കഴിക്കാൻ പെൺകുഞ്ഞുങ്ങളില്ല. എന്താണ് കാരണം? ആ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമുകൾ അവരുടെ ഗർഭപാത്രം മുറിച്ച് കെട്ടിയില്ല, ക്രിസ്ത്യാനികൾ മുറിച്ച് കെട്ടി, അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് സഭയത് പഠിപ്പിച്ചില്ല. സഭ നേതൃത്വം കൊടുത്ത് ശക്തമായിട്ട് ആരും ഗർഭപാത്രം മുറിച്ച് കെട്ടരുത്, 10 കുഞ്ഞുങ്ങളെങ്കിലും വെച്ച് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി പഠനം നടത്തിയിരുന്നെങ്കിൽ, ഒരു ശക്തി കൊടുത്തിരുന്നെങ്കിൽ, ആരെങ്കിലും തിരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതികേട് വരികയില്ലായിരുന്നു. ഇന്ന് ശപിക്കപ്പെട്ട സഭയായിട്ട് മാറിയതിൻ്റെ പിന്നിലത്തെ കാരണം എല്ലാ മനുഷ്യരും അശുദ്ധിയും മ്ലേച്ഛതയും പാപവും തിന്മയും നിറഞ്ഞ് സഭ നശിച്ചു പോകുന്നതിൻ്റെ കാരണം ഈ അജ്ഞതയാണ്. ആരും ചൂണ്ടിക്കാണിക്കുകയില്ലായിരുന്നു. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ചിലർ വിഷമമൊക്കെ ഉണ്ടാവും. എന്നും ഇങ്ങനെ സഭയെ കുറ്റം പറഞ്ഞാൽ മതിയോ, എന്ന് സഭയുടെ കാര്യം പറയാനുള്ളൂ എന്ന്. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനിയും നമ്മൾ സഭ പഠിച്ചിട്ടില്ല പാഠങ്ങൾ. ഇനിയും വലിയ ദുരന്തങ്ങളിലേക്കാണ് പോകുന്നത്. അതിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൽ 60-ാമത്തെ വചനത്തിലൊരു വചനമുണ്ട്. ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാർ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ ശരീരം യഥാർത്ഥ പാനീയമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ കേട്ടുന്നവർ പറഞ്ഞു, നിൻ്റെ ശരീരം ഭക്ഷിക്കുമോ? എന്ത് വിട്ടിത്തമാണ് നീ പറയുന്നത്? അവരെ ശിഷ്യന്മാർ പലരും അവനെ വിട്ടുപോയി. അപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു എന്താ പറഞ്ഞത്? കർത്താവേ, ഞങ്ങളെങ്ങോട്ട് പോകാൻ? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നിത്യജീവൻ തരേണ്ട സഭയും സഭയിലെ ആളുകളും തിന്മയും അതോടനുബന്ധിച്ച് ഇന്നും ബോധമില്ലാത്ത പലതും പ്രവർത്തിക്കുമ്പോൾ കുറച്ച് ജ്ഞാനമോ ബോധമോ നീതിബോധമോ ഉള്ളവർ ചിലപ്പോൾ പറഞ്ഞിരിക്കും. അതിനകത്ത് ആരും അസൂയപ്പെട്ടിട്ടോ സഭയെ കുറ്റം പറഞ്ഞുകൊണ്ട് വിഷമിച്ചിട്ടോ കാര്യമില്ല. അതിൽ നിന്ന് തന്നെ അതിൻ്റെ അടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്നൊരു ചോദ്യമുണ്ട്. തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്ന ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ അവിടെ ഒരു വചനം മാത്രം നമ്മളിങ്ങനെ എടുക്കുകയാണ്. മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? പ്രിയപ്പെട്ട, എന്താണ് ഇതിനർത്ഥം? ശിഷ്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു സ്വർഗത്തിലേക്ക് ഇങ്ങനെ ശരീരത്തോടുകൂടി ഉയർന്നു പോകാൻ യേശുവിന് സാധിക്കും. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ പറയുകയാണ്, അത് ഞങ്ങൾ വിശ്വസിക്കില്ല, അതൊരു നുണയുടെ ഭാഗമാണ്.
അത് യേശു പറഞ്ഞതിനകത്ത് എന്തോ കള്ളത്തരമുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. കാരണം ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്തതിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രമിക്കാൻ ആർക്കും കഴിയില്ല പറഞ്ഞ് അനഗിരിട്ടിട്ട് പോയി. എന്നതുപോലെ ഇനി ഞാൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോപണം ചെയ്ത് നിങ്ങൾ കണ്ടാലോ എന്ന് പറഞ്ഞപ്പോഴോ അങ്ങനെയും കർത്താവ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. മർക്കോസും ഫിലിപ്പോസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി, താബോർ മലയിലേക്ക് പോയിട്ട് യേശു അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നത്. നിന്ന നിപ്പിൽ യേശുവിൻ്റെ ശരീരം മറ്റൊരു ശരീരമായിട്ട് മാറി. ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം ഏതാണ്? അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം ഏതാണ്? ഇത് സഭ പഠിപ്പിക്കുമോ? സഭ അങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും, അത് പ്രിയപ്പെട്ട യേശു കർത്താവായിരുന്നു, ദൈവമായിരുന്നു, അവരുടെ മുമ്പിച്ച് വെൺമേഘം പോലെ ആയി, നല്ല വെള്ള കളർ വന്നു, അവർ മോശയെ ഏലിയാൻ പ്രത്യക്ഷയോട് സംസാരിച്ചുകൊണ്ടിരുന്നു, അങ്ങനെയൊക്കെയെന്ന് പറയാൻ പറ്റും. അപ്പം അതിൻ്റെ ശാസ്ത്രീയ വശമുണ്ട് അതിനകത്ത്. അതൊരു ശാസ്ത്രീയ വശവും അതിൻ്റെ ആത്മീയത മറ്റു തലങ്ങളും പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഇയാളൊക്കെ എന്ത് പ്രാന്താ പറയുന്നത്, കുറേ വിട്ടിദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുള്ളൂ. അതാണ് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചിന്ത ഈ യോഹന്നാൻ്റെ സുവിശേഷം, ഈ നമ്മൾ കേട്ട വചനമുണ്ടല്ലോ, ആ വചനം, അതായത് ആട് കാള എന്നുള്ള ആ വചനത്തോട് അനുബന്ധിച്ച് വരുന്നൊരു വചനമുണ്ട്. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14 അധ്യായം 17 തിരുവചനമാണ്. അവിടെ ഇങ്ങനെയാണ്: ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ദൈവരാജ്യം എന്താണ്? അതിന് ഭക്ഷണവും പാനീയമല്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പം ദൈവരാജ്യത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നില്ല. കാരണം അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ യഥാർത്ഥ ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ നിന്ന് 1 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളിലേക്ക് അത് പോകും. അപ്പോൾ ഭക്ഷണവും പാനീയമല്ല. അപ്പോൾ എന്താണ് ഈ ഭക്ഷണം? നമുക്ക് നോക്കാം. എന്താണ് ഭക്ഷണം? നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം അതല്ല, ദൈവം അർത്ഥമാക്കുന്ന നിഗൂഢ രഹസ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉള്ളിലെ മനസ്സിലിരിപ്പ് അതല്ല. അതിന് ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നമ്മളൊരു പുതിയ വീട് പണിതു, ഒരു 10-50 ലക്ഷം രൂപയുടെ വീട് പണിതു. നമ്മൾ അതിൻ്റെ ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക മുറിയുണ്ട്, ഡൈനിങ് ടേബിളെന്നോ ഡൈനിങ് ഹാളെന്നൊക്കെയാണ് പറയാം. എനിക്കതിനെപ്പറ്റി എല്ലാം ഒന്നും വ്യക്തമായിട്ട് അറിയത്തില്ല, കാരണം നമുക്ക് വലിയ വീടും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിടിയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവനെ, അപ്പോൾ നമ്മൾ വലിയ മേശ മേടിച്ചു, വലിയൊരു മേശ, അതിനകത്തൊരു 10 പേർക്ക് ചുറ്റളവിലിരിക്കാം, ചുറ്റളവിൽ ഇങ്ങനെ ഇരിക്കാം, കസേരയിട്ടു, നല്ല എല്ലാം അലങ്കരിച്ചു. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന്, വീട്ടമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ മനുഷ്യൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയല്ലോ, ഭർത്താവിൻ്റെയോ മക്കളുടെ കയ്യിലോട്ട്. മേശപ്പുറത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ മേശ എവിടുന്നാണ് നിങ്ങൾ മേടിച്ചത്? അത് ഫർണിച്ചർ കടയിൽ നിന്നാണ് മേടിച്ചത്. ഫർണിച്ചർ കടയിൽ നിന്ന് മേടിക്കാൻ നിങ്ങൾക്ക് എവിടുന്നാണ് പൈസ കിട്ടിയത്? അതിപ്പോൾ എൻ്റെ മകന് ഓസ്ട്രേലിയയിലുണ്ട്, എൻ്റെ മകള് കാനഡയിലുണ്ട്, വേറൊരു മകന് അമേരിക്കയിലുണ്ട്, അവിടുന്ന് പൈസ വെച്ചത്. അപ്പോൾ അവർക്ക് എവിടുന്ന ഈ പൈസ, അവിടെ പോയി പൈസ ഉണ്ടാക്കാനുള്ള അവസരം എവിടുന്നാണ് ലഭിച്ചത്? അവർ IELTS പാസ്സായി, അതുകൊണ്ട് അവർക്ക് കിട്ടി. അപ്പോൾ IELTS പാസ്സായ നിങ്ങൾക്ക് ഇത് പഠിക്കലേ എവിടുന്നാണ് പണം കിട്ടിയത്? ഞങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ അതിന് പൈസ കിട്ടി. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആസ്തിയും കാര്യങ്ങളും വേണ്ടേ? അല്ലെങ്കിൽ എന്താവശ്യമാണ് ബാങ്കിൽ ലോൺ തന്നത്? അത് IELTS എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ വേണ്ടി, നഴ്സിംഗ് കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പൈസ തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പണം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ബാങ്കിൽ നിന്ന് കിട്ടി. അത് ആരെ പഠിപ്പിച്ച്? എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിച്ചു. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത് ആരാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്? അത് എൻ്റെ കുറേ സുഹൃത്തുക്കളും കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ OLTS ഒക്കെ ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ കാനഡ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്, അങ്ങനെയാണ് ഞങ്ങൾ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ പ്രോത്സാഹനം തന്ന ആരാ? അപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ തന്നെ, സഭയുടെ കീഴിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടല്ലോ. അത് ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് കത്തോലിക്ക സഭയുടെ ആണെന്ന് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിട്ടു. അപ്പോൾ കത്തോലിക്ക സഭ എന്താണ് അതിൻ്റെ പ്രോത്സാഹനം തരുന്നതിൻ്റെ കാരണം എന്താണ്? കത്തോലിക്ക സഭയിലെ ആൾക്കാർ പറഞ്ഞത്, നിങ്ങൾ നല്ല ജോലി നേടി പോവുക, നിങ്ങൾ വിദേശത്തേക്ക് പോവുക, ധാരാളം പണം സമ്പാദിക്കുക, നല്ല വീട് വയ്ക്കുക, നല്ല വിവാഹം കഴിക്കുക, നല്ല കാറ് വാങ്ങുക, അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ ജീവിക്കുക, ഈ ഭൂമി നല്ല മനോഹരമായിട്ട് ജീവിക്കുക, അതിനുള്ള സമ്പത്ത് വേണം, ആഡംബരം വേണം, എല്ലാം വേണം. അപ്പോൾ അങ്ങനെ സമ്പത്തും ആഡംബരമൊക്കെ മേടിച്ച് ജീവിക്കുന്നത് ശരിയാണോ? അങ്ങനെ അല്ലല്ലോ. നമ്മൾ മാംസം ഇപ്പം സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും അവൻ്റെ ആഡംബരങ്ങളെയും വെറുത്ത് ഉപേക്ഷിക്കുന്നു. സാത്താൻ്റെ സമ്പത്തിനെ വെറുത്ത് ഉപേക്ഷിക്കുന്നു. അവൻ്റെ ആഡംബരങ്ങളെ ഉപേക്ഷിക്കുന്നു. അതല്ലായിരുന്നു പ്രതിജ്ഞ. അത് പ്രതിജ്ഞയല്ലേ? അതങ്ങനെ പല പ്രതിജ്ഞയും, എത്രയോ പ്രതിജ്ഞകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാളം പ്രതിജ്ഞകൾ. ഇപ്പോൾ പണ്ട് ഒരു 10-12-15 വർഷം മുമ്പ് കൈക്കാരന്മാരെ തിരഞ്ഞെടുക്കുമ്പം അച്ഛന് പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. ഇന്ന ആശയങ്ങളിൽപ്പെടാത്തവർ, രാഷ്ട്രീയ ചിന്തകളിൽപ്പെടാത്തവർ, തത്വസംഹിതകളിൽപ്പെടാത്തവർ ചെയ്തുകൊള്ളാമെന്നും കൈക്കാരനായിട്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു അതെല്ലാം പറഞ്ഞു. ഇപ്പം അങ്ങനത്തെ ഒരു സത്യപ്രതിജ്ഞ കേൾക്കുന്നില്ല. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലിക്കണം, അങ്ങനെ എത്രയോ സത്യപ്രതിജ്ഞ നമ്മൾ മാറ്റിവെക്കും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ ഭക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ ഘട്ടമായിട്ടുള്ള ഭക്ഷണമാണ് കിട്ടുന്നത്.
ഒരു മകനോ മകളോ പഠിക്കണം. 10 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് കോളേജ് സെക്ഷനിൽ പഠിച്ചു. അവിടുന്ന് IELTS പാസ്സായി. അവിടെ ശേഷം വിസ എടുത്തു. വിസ എടുക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തു. ആ പണം കൊടുത്ത് അമേരിക്കയിലെത്തി പൈസ ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ ആ പൈസ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഈ ഭക്ഷണം മേശപ്പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്താണ്, ഭക്ഷണത്തിലേക്ക് വരണമെങ്കിൽ എത്രയോ ഘടകങ്ങൾ കടന്നു പോകണം. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം ഒരു ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ, എൻ്റെ മകനും മകളും അമേരിക്കയിലെത്താൻ അനുഗ്രഹിക്കണമേ, IELTS പാസ്സായി അനുഗ്രഹിക്കണമേ, അങ്ങനെ പാസ്സായി അവിടെ ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കേട്ട് അവസാനം 18 ലക്ഷം 20 ലക്ഷം രൂപ ഇതിൻ്റെ ഏജൻറ്റിന് എണ്ണി കൊടുത്തു. അങ്ങനെ അവൾ അമേരിക്കയിലെത്തി പൈസ ഇഷ്ടംപോലെ അയക്കുന്നുണ്ട്. 2 ലക്ഷം രൂപ വെച്ച് മാസം വരുന്നുണ്ട്. അങ്ങനെ ഭക്ഷണവും, ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 14 അധ്യായം അതിൻ്റെ 17 തിരുവചനം. ആ തിരുവചനം എടുത്തു വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവർ. എങ്കിലും ഇതിൻ്റെ അർത്ഥമൊന്നും നിങ്ങൾക്ക് മറ്റാരും പറഞ്ഞു തരുമെന്ന് വിചാരിക്കരുത്. കാരണം വെച്ചാൽ ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പ്രശ്നം വരും. കാരണം വെച്ചാൽ ഇതിൻ്റെ സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജുകളോ അല്ല നമ്മുടെ വിദ്യാഭ്യാസം ആവശ്യമില്ല. ഒരു അടിസ്ഥാനമായിട്ട് കുട്ടിക്ക് ആകപ്പാടെ വേണ്ടുന്ന വിദ്യാഭ്യാസം എന്താണ്? വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ നമുക്കറിയാമല്ലോ. പഴയ കാലഘട്ടത്തിൽ നമ്മുടെ 10ാം ക്ലാസ് 5ാം ക്ലാസ് നമ്മുടെ മാതാപിതാക്കന്മാർ എത്രയും പഠിച്ചേക്കുന്നത് അത് നമ്മൾ ചിന്തിച്ചാൽ മതി. അത് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മുടെ മാതാപിതാക്കന്മാരത്തെ പഠിച്ചേക്കുന്നത് പോട്ടെ, അവർ 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിച്ച് അവർ മനോഹരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരോട് ജീവിച്ചു. 8 മക്കൾക്കും 10 മക്കൾക്കും കുഞ്ഞുങ്ങൾ നൽകി, ഭവനത്തിൽ പറമ്പിൽ അധ്വാനിച്ചു, കപ്പയും ചെമ്പും ചേനയും നട്ടു, അവർ മാന്യമായിട്ട് ജീവിച്ചു. ആ മക്കളെല്ലാം വേറെ വിവാഹം കഴിച്ചു. അവർക്ക് 2 ഏക്കർ 3 ഏക്കർ സ്ഥലം വെച്ച് കൊടുത്തു. അവരെല്ലാം സുഖമായിട്ട് ജീവിച്ചു, സന്തോഷമായിട്ട് ഇന്ന് അവർക്ക് 70-80 വയസ്സായി ശാന്തമായിട്ട് അവർ ജീവിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ മതി, അല്ലെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ +2 വിദ്യാഭ്യാസം മതി. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സുഖമായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് യേശുവിൻ്റെ കൂടെ ജീവിച്ച് സഭയ്ക്കുള്ളിൽ ജീവിച്ച് സഭയോട് ചേർന്ന് നിന്ന് കുഞ്ഞുങ്ങളെ സഭയ്ക്കും ലോകത്തിനും യേശുവിൻ്റെ നാമത്തിൽ ഉൽപ്പാദിപ്പിച്ച് ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിച്ച് 50-60 വർഷം ജീവിക്കാൻ ഇത്രയും വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഭക്ഷണം തേടി പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഭക്ഷണമല്ല, ആ സംവിധാനം, ആ ഘടകങ്ങളല്ല എഞ്ചിനീയറിംഗ് കോളേജ് മുതൽ IELTS മുതൽ OLTS മുതൽ അതിൻ്റെ വിസ മുതൽ അതിൻ്റെ അക്കാദമി മുതൽ അങ്ങനെ അങ്ങോട്ട് പോയി അക്കരെ എത്തുന്നു. അക്കരെ എത്തി പൈസ അയക്കുന്നു. ആ പൈസ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി മേശപ്പുറത്ത് വയ്ക്കുന്നു. അപ്പോൾ ഭക്ഷണം, മേശ, ബാങ്ക്, ജോലി, IELTS OLTS കോളേജ്, ബാങ്കിലെ ലോൺ എടുക്കാനുള്ള അധ്വാനം, ഇതെല്ലാം എത്രയോ അധ്വാനത്തിലൂടെയാണ് നമ്മൾ ഭക്ഷണം ഇപ്പോഴത്തെ കാണുന്നത്. ഒരു 2000 ആണ്ട് വരെ ഇങ്ങോട്ട് എടുത്താൽ 24 വർഷത്തെ കാര്യം എടുത്താൽ അതിന് മുമ്പുള്ള കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ കർത്താവ് പറയുകയാണ്, അതാരാ പറയുന്നത്? പരിശുദ്ധാത്മാവാണ് ഇത് പറയുന്നത്, അല്ലാതെ യേശുവോ പിതാവാദ്യമോ അല്ല. റോമാക്കാർക്ക് ലേഖനം മുഴുവൻ പരിശുദ്ധാത്മ പറഞ്ഞിട്ടാണ് അവർ എഴുതുന്നത്. അത് കർത്താവ് പറയാണ്. റോമാക്കാർക്ക് ലേഖനം 14 അധ്യായം അതിൻ്റെ 17 വചനത്തിലാണ് പറയുന്നത്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയമല്ല. ഇനി പിന്നെ അടുത്ത ഈ പാനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പാനീയം എന്ന് പറഞ്ഞാൽ എന്താണ്? പാനീയം എന്നുകൊണ്ട് അർത്ഥമാക്കി നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് പോകണം. സംഖ്യയുടെ പുസ്തകത്തിൽ എന്താണ് പാനീയം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്. അതിൻ്റെ ആശയം ഞാനത് പെട്ടെന്ന് പറയാം. പഴയ കാലത്ത്, അതായത് സംഖ്യയുടെ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ BC യേശുവൊക്കെ ജനിക്കുന്നതിന് പിന്നെ യുഗങ്ങൾക്ക് പുറകിൽ ഏകദേശം ഇന്നേക്ക് നോക്കിയാൽ 3500-4000 വർഷങ്ങൾക്കപ്പുറം ഇസ്രായേൽക്കാർ അന്നത്തെ അവരുടെ ദേവാലയങ്ങളിൽ, അവരുടെ ആരാധന സ്ഥലങ്ങളിൽ 10 ലിറ്റർ ആട്ടിൻ പാല് കൊടുത്തേക്കാം. അതൊരു പാനീയ വസ്തുവാണ്, ദ്രാവക രൂപത്തിലാണ് കൊടുത്തേക്കാം, നേർച്ച നേരമാണ്. അവരവിടെ ചെല്ലുമ്പോൾ ഈ 10 ലിറ്റർ ഇത് കൊടുക്കും. പിന്നെ 50 ലിറ്റർ തേന് ഉൽപ്പാദിപ്പിച്ച് കൊടുത്തേക്കാം. അപ്പോൾ തേനെല്ലാം സംഘടിപ്പിച്ച് എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടണം, അല്ലെങ്കിൽ സന്തോഷം കിട്ടണം, ഞങ്ങളുടെ ആട്ടും പറ്റും എല്ലാം ഉസാറാണ്, ഞങ്ങളുടെ കൃഷി വർദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൊടുക്കുന്നത് തേൻ കൊടുത്തേക്കാൻ തീരുമാനിച്ചു. ചിലർ 100 കുപ്പി വീഞ്ഞ് കൊടുത്തേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വീഞ്ഞ് കൊടുക്കുന്നു. അതെല്ലാം ജലത്തിൻ്റെ പാനീയം പോലത്തെ വസ്തുക്കളാണ്, ഖരവസ്തുക്കളല്ല. അപ്പോൾ ഇങ്ങനെ പാനീയ വസ്തുക്കൾ കൊടുത്തുകൊണ്ട് അവർ ആരാധന നടത്തിയിരുന്നു പഴയ നിയമഗ്രന്ഥങ്ങളിൽ. അപ്പോൾ അന്നും ഈ ഭക്ഷണ വസ്തുവായിട്ട്, അതായത് അന്നത്തെ ഭക്ഷണ വസ്തുവായിട്ട് പഴവർഗ്ഗങ്ങൾ, ഓറഞ്ച്, മുന്തിരിഞ്ഞ ഒക്കെ പഴവർഗ്ഗങ്ങൾ. അപ്പോൾ അങ്ങനെ പഴവർഗ്ഗങ്ങളും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ആട്ടിൻ പറ്റുന്ന 2 ആട്, കാളക്കൂട്ടങ്ങളിൽ 2 കാളക്കൂട്ടങ്ങളും ഒക്കെ അവർ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും കൊടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം പുരോഹിതന്മാരെ, എൻ്റെ ആൾക്കാരെല്ലാം ഭക്ഷണമായിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കർത്താവ് കണ്ടിട്ട് പരിശുദ്ധാത്മ വന്നപ്പോൾ പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണവും പാനീയവും അല്ല. അപ്പം നേർച്ചയും കാഴ്ചകളും ഒന്നും അല്ല ദൈവരാജ്യം എന്ന് പറയുന്നത്.
അപ്പോൾ അന്നത്തെ ഇതിങ്ങനെ കൊടുക്കുന്ന ഈ സംവിധാനമൊന്നും അല്ല, അതൊന്നും അല്ല. ഇന്നത്തെ നമ്മൾ രീതിയിലെടുക്കുമ്പോൾ ഇന്നും നമ്മൾ എന്താ കാണിക്കുന്നത്? ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ സംവിധാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പാനീയ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ 10 കുപ്പി തേൻ കൊടുത്തേക്കാം, 10 കുപ്പി വീഞ്ഞ് കൊടുത്തേക്കാം, 10 കുപ്പി പാല് കൊടുത്തേക്കാം, 10 കുപ്പി പശുവിന് നെയ്യ് കൊടുത്തേക്കാം എന്നൊന്നും അല്ല നമ്മൾ നേരുന്നു കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ കൊടുക്കുന്നതോ ഒന്നും അതല്ല. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 2 നൊവേന ചെയ്തേക്കാം, 2 പള്ളിപ്പെരുന്നാൾ ഏറ്റേക്കാം, 2 കഴുതെടുത്തേക്കാം, 2 അമ്പുതിരുന്നാൾ എടുത്തേക്കാം, 2 മാതാവിൻ്റെ നേർച്ച നേർന്നേക്കാം, മാതാവിൻ്റെ ഒപ്പിൽ കൊടുക്കാൻ വേണ്ടി 2 കിലോ അരിയുടെ അപ്പം ഉണ്ടാക്കി കൊടുത്തേക്കാം. ഇതിങ്ങനെയുള്ളതെല്ലാം പാനീയ ഗണത്തിൽ വരുന്നതാണ്, ഭക്ഷണവും പാനീയം. അപ്പോൾ ഒന്ന് ഭൗതിക വസ്തുക്കളുടെ ഘട്ടമായ വസ്തുക്കൾ. 2 ഈ പാനീയ വസ്തുക്കളുടെ പ്രാർത്ഥനകൾ. ഒന്ന് കുർബാനയിലേക്കാം, 10 കുർബാനയിലേക്കാം, കൊച്ചിന് അമേരിക്കയിലെത്തിയാൽ മതി, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ. ഇതെല്ലാം പാനീയ ഗണത്തിൽ വരുന്നതാണ്. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല. അത് അസന്നിഗ്ധമായിട്ട് പരിശുദ്ധാത്മാവ് പ്രഖ്യാപിക്കണം. പക്ഷെ നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത്, നമ്മുടെ സഭ എന്ത് പ്രോത്സാഹനം തരുന്നുണ്ട് നമുക്ക് സഭയുടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കാൻ വേണ്ടി സംവിധാനമുണ്ട്, നഴ്സിംഗ് കോളേജ് സംവിധാനങ്ങളുണ്ട്, ഹോസ്പിറ്റൽ സംവിധാനങ്ങളുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്, OLT സംവിധാനങ്ങളുണ്ട്, അക്കാദമിയുണ്ട്. ഇതെല്ലാം നമ്മുടെ കത്തോലിക്ക സഭയിലാണുള്ളത്. സഭയെ കുറ്റം പറയുന്ന പറഞ്ഞേക്കുന്നത്. ചില ആൾക്കാർ കമൻറ്റ് പറയുന്നത് സഭയെ കുറ്റം പറഞ്ഞേക്കില്ല, നിങ്ങൾക്ക് ഈ കമൻറ്റ് പറയാൻ നേരമുള്ളൂ, അല്ല നിങ്ങൾക്ക് ഈ കുറ്റം പറയാൻ നേരമുള്ളൂ. സഭ എത്ര നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞുകൂടെ? അതാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ, ഈ യുഗം അവസാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയിൽ വരുന്ന പിഴവുകൾ ഒരാളെങ്കിലും ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ സാധിച്ചാൽ, ദൈവരാജ്യത്തിൻ്റെ മുമ്പിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ, എന്നോട് എൻ്റെ കർത്താവ് ചോദിക്കുന്നു, നിനക്ക് ഈ വചനം അറിയായിരുന്നു, നിനക്ക് തിരുത്താനായിട്ട് ഒരു വചനം പറഞ്ഞു കൊടുക്കായിരുന്നു. 10,000 പേര് കേട്ടപ്പോൾ ഒരാൾ ഈ വേഷം കെട്ടിൽ നിന്നെല്ലാം മാറി, ഇതാ ദൈവരാജ്യം വരാം, സ്വർഗരാജ്യം വരാൻ സമാഗതമായിരിക്കുന്നു, അതുകൊണ്ട് ഞാനത് പിന്തിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ഇടയാകുമായിരുന്നു. നീ ഈ വചനം പറഞ്ഞോ ഇല്ലെന്ന് എന്നോട് കർത്താവ് ചോദിച്ചാൽ, എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഇല്ല കർത്താവ് പറഞ്ഞില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നെ ഏൽപ്പിച്ച ദൗത്യം ചുമതല. അപ്പോൾ സഭയെ കുറ്റം പറയും, അല്ലെ കുടുംബത്തിൽ നടക്കുന്ന അനീതി കണ്ട കുറ്റം പറയും. കുറ്റമല്ല, തെറ്റാണെന്ന് അംഗീകരിച്ച് അത് തിരുത്താനുള്ള അവസരം പറഞ്ഞു കൊടുക്കുക. കാരണം ഇത് വൈദികരാരും എടുക്കില്ല, വചനപോഷണം എടുക്കില്ല. നമ്മുടെയൊക്കെ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ശരിയായ ഭക്ഷണവും പാനീയവുമാണ്. അതാണ് നമ്മുടെ ദൈവരാജ്യം. നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല, ഈ തീനും കുടിയുമല്ല, ഈ നിലവിലുള്ള പ്രാർത്ഥനകളുമല്ല. പ്രത്യുത അങ്ങനെയെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്താണ് ദൈവരാജ്യം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. എന്താണ് നീതി എന്ന് പറയുന്നത്? നീതി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നീതി? നീതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഘടകങ്ങളുണ്ട് നീതിക്ക്. അതിലൊന്നാമത്തെ നീതി എന്ന് പറയുന്നത് സഭയുടെ നീതി. സഭയ്ക്കുള്ളിൽ ഉള്ളവരോട് സഭയിലെ ആളുകൾ നീതി പ്രവർത്തിക്കുന്നത്. മറ്റ് സഭയിലെ വൈദികർ, മെത്രാന്മാർ തമ്മിലുള്ള നീതി, സഭയിലെ നേതൃത്വം, മെത്രാന്മാരും അച്ഛന്മാരും അതുപോലെ വചനപോഷകരും കന്യാസികളും ഒക്കെ ആയിട്ടുള്ള സഭയിലെ ജനങ്ങളോടുള്ള നീതി. മറ്റൊന്ന് അപ്പനും അമ്മയും ഭാര്യയും മക്കളും തമ്മിലുള്ള നീതി, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള നീതി, നമ്മുടെ കുടുംബവും സഭയും തമ്മിലുള്ള നീതി, നമ്മുടെ ജീവിത രീതിയിൽ സമൂഹത്തോടുള്ള നമ്മുടെ നീതി, അനാഥരുടെയും ദരിദ്രരുടെയും വിധവകളുടെയും വേദനകളിൽ ഓടിയെത്തുന്ന നീതി, അതാണ് സമൂഹത്തിലുള്ള നീതി. പിന്നെ ഒരു ഗവൺമെൻറ്റിന് മുമ്പിൽ കരമടയ്ക്കണം, ടാക്സ് അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി, കറണ്ട് ബില്ല് അടയ്ക്കണം, ഫോൺ ചാർജ് അടയ്ക്കണം, പെരക്കരം അടയ്ക്കണം, ലാൻഡ് സ്ഥലത്തിൻ്റെ നികുതി അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെല്ലാം നീതി. ഇങ്ങനെ അതിൻ്റെതായി ഇത് പറയുന്നത് ഒത്തിരി നീതിയെക്കുറിച്ച് പറയുന്ന ഒരുപാട് പറയാനുണ്ട് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അത്രയും പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ബാക്കി കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോൾ ദൈവം ഒന്ന് നീതി, മറ്റൊന്ന് അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവും ശരീരവും മനസ്സും വിധിയിൽ വീഴാതെ, ശിക്ഷാവിധിയിൽ വീഴാതെ നീതിപൂർവ്വം നിൽക്കുവാൻ ശ്രമിക്കുന്ന വിശുദ്ധിയുടെ വശങ്ങൾ, അതിന് ധ്യാനങ്ങൾ, കുമ്പസാരങ്ങൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ, നേർച്ച, അനാഥർക്കും ദരിദ്രർക്കും പണം കൊണ്ട് കൊടുക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കുന്നത്, അതൊക്കെയാണ് നീതി. അതാണ് ഒന്നാമത്തെ. പിന്നെ എൻ്റെ ആത്മാവ് ഒരു മറയുമില്ലാത്ത വിധം ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയുടെ വിശുദ്ധി ഉണ്ടായിരിക്കണം, നീതിയുടെ പ്രകാശം ഉണ്ടായിരിക്കണം, നീതിയുടെ സത്യസന്ധത ഉണ്ടാകണം. അപ്പോൾ കർത്താവ് നമ്മളെ മരിച്ചിട്ട് ഉയർത്താലും നമ്മളെ വിധിക്കുന്നില്ല. അങ്ങനെ വിധിയിൽ വീഴാതെ ഇരിക്കാൻ തക്കവിധം സത്യസന്ധതയും നീതിബോധമുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണെങ്കിൽ ഞാൻ നീതിയായി. അതാണ് അതിനെപ്പറ്റി ഇത്രയും പറഞ്ഞു വയ്ക്കാൻ ഇപ്പോൾ പറ്റുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ. നീതി. മറ്റൊരു സമാധാനം. ഈ സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുർബാനയിലൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനിങ്ങനെ ആശീർവദിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ പിതാവിൻ്റെ പുത്രനെയും വെച്ച് നമ്മൾ സ്വീകരിക്കാറുമുണ്ട്. അപ്പോൾ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ
സമാധാനം വാക്കിലൂടെ സമാധാനം, വാക്ക് അക്ഷരങ്ങളുടെ സമാധാനം, അത് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിൽ ഈശോ സമാധാനം തന്നിട്ടുണ്ട്, അതൊരു സമാധാനം. എന്നാൽ ഈ സമാധാനം എന്ന് പറയുന്നത് ശരിക്കും അതിന് മറ്റൊരു തലമുണ്ട്. അതായത് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് ആരാണ്? ആദ്യം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഒരു വ്യക്തിയായിരുന്നു, ഒരു പുരുഷനായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഒരു മനുഷ്യരൂപമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടോ മക്കളോടോ സമാധാനം കൊടുക്കുന്നതിന് പകരം ഞാൻ ആ സമാധാനത്തിൻ്റെ ആൾരൂപമായിട്ട് മാറണം. അതായത് നീതി വന്നാൽ ഇതിന് നീതിയുടെ ആൾരൂപമായിട്ട് മാറണം, നീതിയുടെ വ്യക്തിത്വമായിട്ട് മാറണം, സമാധാനത്തിൻ്റെ വ്യക്തിരൂപമായിട്ട് മാറണം, സമാധാനത്തിൻ്റെ മനുഷ്യരൂപമായിട്ട് മാറണം, സമാധാനത്തിൻ്റെ ഭർത്താവായിട്ട് മാറണം, സമാധാനത്തിൻ്റെ അപ്പനായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഞാനൊരു മറ്റൊരു ക്രിസ്തുവിനെ പോലെ ആയി മാറണം. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആൾരൂപമായി, യേശുവിൻ്റെ പ്രതിരൂപമായി. എൻ്റെ മക്കൾക്ക് ഞാൻ ആൾരൂപമായി, യേശുവിൻ്റെ പ്രതിരൂപമായി. അല്ല, എൻ്റെ സമൂഹത്തോട്, സഭയോട് ഞാനൊരു വ്യക്തിരൂപമായി, ഒരാൾ രൂപമായി. എന്ന് പറഞ്ഞാൽ ഈ സമാധാനമുള്ള ഒരു വ്യക്തിയുടെ ആൾ രൂപമായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ സമാധാനം, ഞാൻ ആരുമായിട്ട് സംസാരിക്കുന്നു, ഞാൻ എവിടെ എത്തുന്നു, അവർക്ക് അവിടെ സമാധാനം കിട്ടണം. വചനത്തിലെ തെറ്റുകളോ കുറ്റങ്ങളോ നമ്മൾ വ്യാഖ്യാനിക്കുന്നു, അതല്ല അർത്ഥമാക്കുന്നത്. നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ പ്രശ്ന കലുഷിതമായ സാഹചര്യങ്ങളിൽ അപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് സമാധാനമായിട്ട് വരണം. അപ്പോൾ അതിനർത്ഥം ഞാനൊരു യേശുവിനെ പോലെ, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന യേശുവിൻ്റെ സ്നേഹവും സമാധാനവും സന്തോഷവും തെറ്റുതിരുത്തലും സഹനവും വിട്ടുവീഴ്ചയും കൊടുക്കുന്ന ഒരു വ്യക്തിരൂപമായിട്ട്, ആൾരൂപമായിട്ട് എനിക്കെൻ്റെ ഭാര്യ എടുത്ത് എല്ലാം പറ്റുന്നില്ലെങ്കിൽ, എനിക്കെൻ്റെ സഭയോട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എനിക്കെൻ്റെ അയൽപക്കത്തുള്ളവരോട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, എൻ്റെ മക്കളോട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ എത്ര വിശുദ്ധിയും വിശ്വാസമുള്ള ക്രിസ്ത്യാനിയാണ്, ദിവസവും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു പ്രയോജനമില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഈ ഒന്ന് നീതിയെക്കുറിച്ച് പറഞ്ഞു, രണ്ട് സമാധാനത്തെക്കുറിച്ചു, മറ്റൊന്ന് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്താണ് പരിശുദ്ധമായ സന്തോഷം? അതായത് ഞാൻ മദ്യപാനിയ ഒരാളായിരുന്നു വിചാരിക്കുക. അങ്ങനെ ഒരു ആരൊക്കെ പറഞ്ഞു, എന്നെ ഉന്തി തള്ളി കുറേ ഒരു പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ പേര് കൂടി എന്നെ ധ്യാനത്തിന് വിട്ടു. ഞാൻ നല്ല മദ്യപാനിയായിരുന്നു. ധ്യാനത്തിന് വിട്ട് ഞാൻ കുമ്പസാരമൊക്കെ നടത്തി, പരിശുദ്ധാഭിഷേക ധ്യാനത്തിൽ കൈവെപ്പൊക്കെ കിട്ടി, പ്രാർത്ഥന കിട്ടി, വിടുതൽ ആരാധന കിട്ടി കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? ഞാൻ മദ്യപാനമൊക്കെ നിർത്തി, പരിപൂർണ്ണമായിട്ട് മദ്യപാനം നിർത്തി. എനിക്ക് അവിടുത്തെ ഒരു സന്തോഷമായി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒറ്റ ചിരി വെച്ചു കൊടുത്തു. ഭാര്യയുടെ മുമ്പിൽ പറഞ്ഞു, എടി ഞാൻ മദ്യപാനം നിർത്തി, ഞാൻ എല്ലാം കൊണ്ട് വിശുദ്ധിയായി എന്ന് പറഞ്ഞ ഒറ്റ ചിരിയും ചിരിച്ചു. പിന്നെ സന്ധ്യാപ്രാർത്ഥനകളും പിന്നെ എല്ലാ പരിപാടിയിലൊക്കെ സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു നല്ല മനുഷ്യനായിട്ട് മാറി. അതാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. അങ്ങനെയാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത്? ഇതാണല്ലോ നമ്മുടെ ധാരണ, മുൻധാരണ, അല്ലെങ്കിൽ നമ്മുടെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ധാരണ. പിന്നെ വേറൊരു ധാരണയുണ്ട്, ഞാൻ ഒരാളെ തൊട്ടു, അവർ സൗഖ്യപ്പെട്ടു, ഞാൻ വലിയ വചനപോഷനായിട്ട് മാറി, അവിടെ വലിയ മാനസാന്തരം ഉണ്ടാകുന്ന വലിയ വചനപോഷണം, വലിയ വ്യാഖ്യാന വലിയ വരങ്ങൾ ചൂടിയ വലിയൊരു അഹങ്കാരിയും നല്ലൊരു മനുഷ്യനുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. പരിശുദ്ധാത്മാവിൽ സന്തോഷമുണ്ട്, പരിശുദ്ധാത്മാവിലുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു അവസ്ഥ. അതാണോ പരിശുദ്ധമായ സന്തോഷം? നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത് ഇതല്ല. അത് പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ആദ്യത്തെ ഘടകമായിട്ട് കൂട്ടാം. പക്ഷേ യഥാർത്ഥ പരിശുദ്ധമായ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവനെ. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും എന്നോട് പറയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഇടവക വേറൊരു ഇടവകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-18 കിലോമീറ്റർ ദൂരമുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു അകന്ന ബന്ധുവും ഒരു സുഹൃത്തും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹം ഇച്ചിരി ധ്യാനം കൂടി നല്ലൊരു വിഷയത്തിലേക്കൊക്കെ വന്ന് കുറച്ച് ആത്മീയ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ യാദൃശ്യമായിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ ഇടവയുടെ അയലോക്കത്തുള്ള ഇടവക, അതൊരു കർണാടക ഫോറസ്റ്റിൻ്റെ കൂടെ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ മലമ്പ്രദേശമൊക്കെയാണ്. അവിടെ ഒരു 10-15 ഹോസ്പിറ്റൽ ഷീറ്റും ഒക്കെ ഇട്ട് ഒരു ചെറിയ വീടുണ്ട്. അത് പിന്നെ ഒരു സ്ത്രീയാണ്, സ്ത്രീക്ക് 3 പിള്ളേരുണ്ട്, ഭർത്താവ് മരിച്ചുപോയി. ഈ സ്ത്രീയെ കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ വേദനയിലാണ്. അതൊക്കെ ആ ഇടവയിലെ വ്യക്തിയെ ഈ പുള്ളിക്ക് അറിയാവുന്നത് കൊണ്ട് എന്തു സംഭവിച്ചു വെച്ചാൽ ഇദ്ദേഹം ഒരു 10,000 രൂപ സംഘടിപ്പിച്ചെടുത്തു. അദ്ദേഹം ഒരു 10,000 രൂപ സംഘടിപ്പിച്ചു. അങ്ങനെ ക്രിസ്മസ് വന്നപ്പോൾ അദ്ദേഹം ഒരു 10,000 രൂപയും അദ്ദേഹത്തിന് ചെറിയൊരു മോട്ടോർ സൈക്കിളുണ്ട്, അവത്തിൽ 10 കിലോ അരിയും കുറച്ച് പടക്കങ്ങളും കുറച്ച് 2 കേക്കും 1 കിലോ പിന്നെ വാഴപ്പഴവും ഒക്കെ ഇതൊക്കെ മേടിച്ചിട്ട് ഇദ്ദേഹം അങ്ങോട്ട് പോവാണ്, ആ വീട്ടിലേക്ക് പോവാണ്. അദ്ദേഹം വീടിൻ്റെ താഴെ, ആ വീടിൻ്റെ തൊട്ട് താഴെ ഈ ബൈക്ക് വെച്ച് ഈ സാധനമെല്ലാം ചുമന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കയറി ആ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആ സ്ത്രീ ഉണ്ട്. കാരണം ക്രിസ്മസിൻ്റെ തലേദിവസമാണ് അദ്ദേഹം ചെന്നത്.
അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ ആ സഹോദരിയുണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്, പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികളോടുണ്ട്, സന്തോഷമാണ്. 10-15 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്, 8-10 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് അവിടെ. അപ്പോൾ അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളും അവിടെയുണ്ട്, അവരുടെ ബന്ധപ്പെട്ട് ദൂരെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സാമ്പത്തിക വിശേഷമൊക്കെ നമുക്കറിയാം. ഈ സഹോദരി കൂലിപ്പണി എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ കയറി ചെന്നു. അദ്ദേഹം ഞാൻ സംസാരിച്ചു, ചേച്ചി സുഖമാണ്, വിശേഷമൊക്കെ പറഞ്ഞു, സന്തോഷമായിട്ടിരിക്കുന്നു. ആ ചേട്ടാ എന്താ വന്ന വിശേഷം? ഒന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു, നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യും, ഇതാ ഈ പൈസ എന്നൊന്നും പറഞ്ഞില്ല ചേച്ചി. മോളെയും വിളിച്ചു, ഇളയ കൊച്ചിനെയും വിളിച്ചു. മോളെ കൊച്ചിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ അങ്ങ് പൈസ വെച്ച് കൊടുത്തു. എങ്ങനെ വെച്ച് കൊടുത്തേ? ആരും പറഞ്ഞില്ല. ഇതാ മോളെ, ഇതാ ക്രിസ്മസ് സന്തോഷം കേട്ടോ, ക്രിസ്മസിൻ്റെ സന്തോഷമായിട്ടിരിക്കണം കേട്ടോ, ക്രിസ്മസിൻ്റെ പടക്കം ഇതേ പൊട്ടിച്ചോ കേട്ടോ, ഇതാ ഒരു കേക്ക്, ഈ സാധനം ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പെറുക്കി അങ്ങ് ചേച്ചി വെച്ച് കൊടുത്തു. ആ ചേച്ചി ഇങ്ങനെ കണ്ണും പിഴിച്ച്, എൻ്റെ ഈശോയെ, സാമ്പത്തികം നാളെ ഒരു 2 കിലോ ഇറച്ചി മേടിക്കാൻ എവിടുന്നാണ്, ആരാണ് സഹായിക്കുന്നത്? ദൈവമേ, 10 പൈസ കയ്യിലില്ലാതെ കഷ്ടപ്പെടുവാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ, ഒരു കേക്ക് മേടിക്കണം, ഇതൊക്കെ മറ്റുള്ളവരുടെ ആഹ്ലാദത്തിൽ എനിക്കും പങ്കുചേരണം, മറ്റുള്ളവർ നടക്കുന്ന പോലെ ഒരു വണ്ടിയിലൊക്കെ പോകണം, സന്ധ്യാസമയത്ത് രാത്രി പോകാനൊരു വാഹനമില്ല, അതുപോലെ പടക്കങ്ങളൊക്കെ ധാരാളം മേടിക്കാൻ പൈസയില്ല, 2 കൂട്ടം ഇറച്ചി മേടിക്കാൻ പൈസയില്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്പാൽപ്പമൊക്കെ മേടിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ പൈസ വെച്ച് കൊടുത്തു, ഇതെല്ലാം പറഞ്ഞു. എന്നാൽ പിന്നെ ശരി, ഓക്കെ, നിങ്ങൾക്ക് ഹാപ്പി ക്രിസ്മസ് എന്നെല്ലാം പറഞ്ഞ് ഈ സഹോദരൻ ഇറങ്ങിപ്പോന്നു. ഇറങ്ങി പോന്ന് മുറ്റത്തിന് താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ കൊച്ചെന്നാ ചെയ്തു, ഈ പൈസ കൊണ്ടുപോയിട്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. അമ്മ ഇതാ ചേട്ടായി എൻ്റെ കയ്യെ പിടിച്ച് തന്നപ്പം ഈ പൈസ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, എത്രയെന്ന് അറിയത്തില്ല അമ്മ. നോക്കി, അമ്മ ഈ നോട്ട് എണ്ണി നോക്കുമ്പം 10,000 രൂപയുണ്ട്. അമ്മയുടെ കണ്ണങ്ങോട്ട് അതിശയം കൊണ്ട് വിടർന്നു പോയി. 10,000 രൂപയോ? എൻ്റെ ഈശോയെ, 500 രൂപ പോലും കയ്യിലില്ലാതിരിക്കുമ്പോൾ 10,000 രൂപ. ഇതാ 10 കിലോ അരി, കേക്ക്, ഓറഞ്ച്, പഴം, പടക്കം, എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇയാളങ്ങ് കയറി പോവുകയും ചെയ്തു. ഒരു നന്ദി വാക്ക് പറയാനും പറ്റിയില്ല. ഇത്രയൊക്കെ ഉണ്ടെന്നറിഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അയ്യോ ചേട്ടാ താങ്ക്സ് കിട്ടോ നന്ദിയൊക്കെ പറയാമായിരുന്നു. പക്ഷെ പറയാൻ പറ്റിയില്ല. അയാൾ ബൈക്കിൽ കയറി പോവുകയും ചെയ്തു. അന്ന് രാത്രി ഈ സ്ത്രീ കിടന്നുറങ്ങണം. നേരം വെളുത്താൽ ക്രിസ്മസ് പള്ളിയിൽ പോകണം, പാതിര കുർബാനയ്ക്കൊക്കെ പോകണം എന്ന് വിചാരിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസമാണ് ക്രിസ്മസ് കുർബാനയൊക്കെ വരുന്നത്. അന്ന് രാത്രി ഈ സ്ത്രീ കിടന്നുറങ്ങുകയാണ്. പിള്ളേരെല്ലാം കിടന്നുറങ്ങി. ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഈ തന്ന സന്തോഷം, ദൈവമേ, എൻ്റെ ഹൃദയവേദന അങ്ങ് കണ്ടു, അങ്ങ് എന്നെ അറിഞ്ഞു, എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈശോയെ, ആ സഹോദരൻ ആരും ആയിക്കോട്ടെ, അദ്ദേഹം ഒരു പരിചയമുള്ള മനുഷ്യനാണ്, വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നോ, ഇങ്ങനെ ആവശ്യ നേരത്തെ ഇടപെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ദൈവം എന്നെ കണ്ടല്ലോ, എൻ്റെ കർത്താവ് എന്നെ അറിഞ്ഞല്ലോ, എൻ്റെ ഹൃദയത്തിലെ വേദന കണ്ട കർത്താവ് ഇതാ മറ്റൊരു വ്യക്തിയിൽ കൂടെ കർത്താവായിട്ട് വന്നിരിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന കർത്താവ്, ഇതെല്ലാം യേശുവേ, ആ മനുഷ്യനെ അങ്ങ് സഹായിക്കണമേ, ആ മനുഷ്യന് വേണ്ടി അങ്ങ് കരുണയോടെ പരിപാലിക്കണമേ, ആ മനുഷ്യൻ്റെ എല്ലാ വേദനകളും ഏറ്റെടുക്കണമേ, എന്നെ സഹായിച്ച കർത്താവെ ആരാധിക്കുന്നു, യേശുവേ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ കിടന്ന് ഉറങ്ങിപ്പോയി. രാത്രി നല്ല വെളിച്ചം മുഖത്തേക്ക് വരുന്ന പോലെ ആ സ്ത്രീ കണ്ടു, നല്ല പൂക്കളെ കണ്ടു, മനസ്സിൽ വലിയ സമാധാനം, വലിയ സന്തോഷം. അന്ന് രാത്രി ആ സഹോദരൻ കിടന്നുറങ്ങി, അദ്ദേഹം വലിയ ആശ്വാസം. ഈ നീതിയും ഈ പരിശുദ്ധാത്മാവും സന്തോഷവും ഈ സമാധാനവും ഇതെല്ലാം കൂടെ കൊടുത്ത ആ സഹോദരി അന്ന് രാത്രി ഹൃദയം തുറന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചു. കാരണം യേശുവിൻ്റെ സ്നേഹം ഒരു വ്യക്തിരൂപത്തിൽ, ഒരു മനുഷ്യരൂപത്തിൽ, ഒരാൾ രൂപത്തിൽ വന്ന് ഈ പൈസയും കാര്യങ്ങളും കൊടുത്തപ്പോൾ അതാണ് ദൈവത്തിൻ്റെ എന്താണ് സമാധാനം. നിങ്ങൾക്ക് സമാധാനം പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈകൊണ്ട് പദ്ധതി കാര്യമുണ്ടോ? അത് വ്യക്തിരൂപമായി, ആൾ രൂപമായി ഒരു വ്യക്തിയുടെ അടുത്ത് എത്തി കൊടുക്കണം. അങ്ങനെ കൊടുത്തപ്പോൾ ആ സ്ത്രീ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ, എന്നെ കണ്ട കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അതുപോലെ ആ സഹോദരനെ അനുഗ്രഹിച്ച കർത്താവെ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ ദൈവമേ. അപ്പോൾ വളരെ സന്തോഷം കൊണ്ട് കിടന്നുറങ്ങി. ആ ഹൃദയത്തിലെ ആനന്ദത്തിൽ ആത്മാവിലൊരു ചിരിയുണ്ട്, ആത്മാവിലൊരു ആനന്ദമുണ്ട്, ആത്മാവിലൊരു സന്തോഷമുണ്ട്, ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ട്, ആത്മാവിൽ തിങ്ങി വിങ്ങിയ ഒരു ആനന്ദമുണ്ട്. അത് കർത്താവിനോടും ആ മനുഷ്യനോടും. കർത്താവെ, ആ മനുഷ്യനെ കൊണ്ടുവന്ന കർത്താവ് തന്നെയാണ്, ഈശോ തന്നെയാണ് ആ മനുഷ്യൻ ഇവിടെ എത്തിച്ച്. അപ്പോൾ കർത്താവിനോട് നന്ദി, ആ മനുഷ്യൻ നന്ദി. അതുപോലെ തന്നെ മറ്റൊന്ന് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ യേശുവിൻ്റെ നാമത്തിൽ ഇത് കൊടുത്തപ്പോൾ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് ക്രിസ്തുവിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷം കൊടുത്തു, ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുത്തു, ക്രിസ്തുവിൻ്റെ സന്തോഷം കൊടുത്തു, ക്രിസ്തുവിൻ്റെ മഹത്വം കൊടുത്തു, ക്രിസ്തുവിൻ്റെ സമാശ്വാസം കൊടുത്തു, ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും കൊടുത്തു. അത് പണരൂപത്തിലും വസ്തുരൂപത്തിലും എല്ലാം കൊടുത്തപ്പോൾ ആ ഹൃദയത്തിൻ്റെ അതിൻ്റെ ഉള്ളറകളിൽ വിങ്ങി നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ആ തുടിപ്പിൽ അവരറിയാതെ പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് നന്ദി,
അങ്ങേക്ക് ആരാധന എന്ന് ഹൃദയപൂർവ്വം പറയാൻ ആ സഹോദരിക്ക് കഴിഞ്ഞു. അന്ന് കിടന്നുറങ്ങിയ ആ മനുഷ്യനും യേശുവേ ഇതൊക്കെ ചെയ്യാൻ അങ്ങനെക്ക് അനുവദിച്ചു തന്നുകൊണ്ടല്ലേ, അങ്ങനോട് ചെയ്തതുകൊണ്ടല്ലേ, അങ്ങനെക്ക് തന്നുകൊണ്ടല്ലേ ഞാൻ കൊടുത്തത്, ആ കുടുംബത്തെ അവിടുന്ന് കാത്തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദേശം, പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ആ രണ്ട് മനുഷ്യരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്ന സന്തോഷമാണ് പരിശുദ്ധാത്മാവുള്ള സന്തോഷം. അവിടെയാണ് പറഞ്ഞത് ദൈവരാജ്യമെന്ന് പറയുന്നത് ഭക്ഷണമല്ല, പാനീയമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് കർത്താവ്. നമ്മളിൽ ഈ സന്തോഷം ക്രിസ്മസ് രാത്രി നമുക്കുണ്ടോ? എൻ്റെ ഹൃദയത്തിലുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? പരിശോധിച്ചറിഞ്ഞോ പ്രിയപ്പെട്ടവരെ? കർത്താവിൻ്റെ വരവ് അടുത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ചിന്ത, കർത്താവിൻ്റെ കാലഘട്ടത്തിലാണ് അടുത്ത ഈ ചിന്ത വരുന്നത്. ആലോചിക്കണം. ഇപ്പം ഇതുപോലെ ക്രിസ്മസിന് മുമ്പ്, ഈസ്റ്ററിന് മുമ്പ് എത്ര തുകയെന്ന് 10,000 രൂപയെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ 10,000 ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ 500 ആയിരിക്കാം, അല്ലെ 250 ആയിരിക്കാം, അല്ലെ 10 രൂപയായിരിക്കാം. മോളെ എനിക്ക് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസത്തിന്, വേദനിക്കുന്നവൻ്റെ കണ്ണീരിന് അല്പം ആശ്വാസം കൊടുക്കാൻ, അവൻ്റെ ഹൃദയത്തിലെ വേദനയ്ക്ക് ഒരല്പ സന്തോഷം കൊടുക്കാൻ, അവൻ്റെ ആകുലതയ്ക്കും ഉൾക്കണ്ടയ്ക്കും അല്പം തടയിടാൻ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം, അതാണ് പരിശുദ്ധാത്മാവ് സന്തോഷം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ് സന്തോഷവും അത്രേ, അതാണ് ദൈവരാജ്യം. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവരാജ്യ അനുഭവം എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ ദൈവസ്നേഹം കൊണ്ട് ഞാൻ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, അതാണ് ക്രിസ്മസ്. ഈ ചാട്ടവും മറിച്ചിലും അല്ല എന്ന് ഞാൻ പറയുമ്പോൾ സഭയെ കുറ്റം പറയും ചിലരൊക്കെ ഇതിനകത്ത് പറയാറുണ്ട്. നിങ്ങൾ എപ്പോഴും സഭയെ കുറ്റം പറയാൻ നിങ്ങൾക്ക് നേരമുള്ളോ? ചോദ്യം ശരി തന്നെയാണ് പ്രിയപ്പെട്ടവർ. പക്ഷേ ഈ സത്യം പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പം ഈ വ്യാഖ്യാനാർത്ഥം ഈ കാര്യം നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങളോട് എൻ്റെ ഹൃദയത്തിൽ തുടിക്കുന്ന വികാരം നിങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? അപ്പം ഈ ഇരുട്ടിയിലും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന തുള്ളി മറിയുന്ന പണം, ഈ പണം എവിടെ കൊടുക്കേണ്ട പണമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ആ എസ്എകെ പ്രവചന പുസ്തകത്തിൽ ഒരു വലിയ വചനം കിടപ്പുണ്ട്. അതിൻ്റെ നമ്പർ പെട്ടെന്ന് എടുക്കാൻ തപ്പി വിഷക്കാൻ ബുദ്ധിമുട്ട്, ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞുതരാം. അതെങ്ങനെയാണ്? നല്ല വീടുകൾ പണിയുകയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും ഭക്ഷ്യസമൃദ്ധിയും ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ അനാഥരെയും ദരിദ്രരെയും തുണ ചെയ്തില്ല. ആ തുണ കൊടുത്തില്ല, അവർക്ക് പിന്തുണ കൊടുത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. അതാണ് ക്രിസ്മസ്. ദൈവരാജ്യത്തിലായിരിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുന്നവർ മരിച്ചാലും സ്വർഗരാജ്യത്തിലേക്ക് പോകും. ദൈവരാജ്യത്തിലായിരിക്കുന്നവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ അതിൻ്റെ അടുത്ത ഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണിത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ വായിക്കുന്നത് നീതി, സമാധാനം, സന്തോഷം, ദയ, വിശ്വാസ, സംഹിത, അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതതിൻ്റെ ആത്മരൂപമാണ്, ആത്മീയ അക്ഷരരൂപം. അതിൻ്റെ പ്രവൃത്തി രൂപമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ 3 ഘടകം നമ്മൾ എവിടെയായിരുന്നാലും, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, ഇടവകയിൽ നമ്മൾ കർത്താവിൻ്റെ ഒരാൾ രൂപമായിട്ട് മാറണം. ഒരാൾ രൂപ സാമീപ്യമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം വരും സഹോദരങ്ങളെ? കുറേ തുള്ളിച്ചാടി മറിഞ്ഞിട്ടോ 10 കിലോ ഇറച്ചി പൊഴുകി തന്നിട്ടൊന്നും ഒരു കാര്യമൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കണം. കാരണം ഇത് കർത്താവ് ശോധന ചെയ്യാൻ കാലമായി, യുഗാന്ത്യത്തിലാണ് നമ്മളുള്ളത്. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ഇത് തിന്മയുടെ യുഗമാണ്. തിന്മയുടെ യുഗത്തിൽ ഒരു നന്മ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ക്രിസ്മസ്, അതാണ് ഈസ്റ്റർ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ കമൻറ്റുകൾ പറയുമ്പോൾ നിങ്ങൾ ഇത്രയൊന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. പക്ഷേ കമൻറ്റുകൾ പറഞ്ഞുകൊള്ളുക. അതെനിക്കിങ്ങനെ പറയാനുള്ള പ്രയോജനം കിട്ടുന്ന ഈ കമൻറ്റിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവായ ഈശോയെ, ഈ കമൻറ്റ് കേട്ടല്ലോ, ഇതിനകത്ത് ശരിയുണ്ടല്ലോ. അവർ പറയുന്നത് എപ്പോഴും സഭയെ പറയുന്നുണ്ട് അങ്ങനെ കുറ്റം പറയുന്ന സ്വഭാവം മാറ്റിവെക്കണം, അല്ല മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ കർത്താവ് പറയാണ് ഇങ്ങനെ പറ, ഇതാ എൻ്റെ മറുപടി. പ്രിയ സഹോദരനെ, അതിനാൽ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറയുന്നില്ല, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ സ്വീകരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിലായിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ട്രംപ് അധികാരത്തിൽ വരികയും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഗൾഫിൽ നിന്നും കുടിയൊഴിപ്പിക്കൽ വരികയും അല്ലെങ്കിൽ യുദ്ധത്തിന് പൊട്ടിപ്പുറപ്പെട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ വരികയും ചെയ്താൽ നമ്മുടെ ഭക്ഷണമേശ കാലിയാകും. നമ്മുടെ ഭക്ഷണവും നമ്മുടെ അവസ്ഥ, അതായത് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന പണമില്ലാതെ വന്നാൽ നമ്മുടെ മേശകൾ ശൂന്യമാകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അപ്പം പണം വരുന്ന മേഖലകളിൽ കർത്താവ് തട്ടിമറിച്ചിടുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ ആടുകൾ എവിടെയാണുള്ളത്? കാള, ആട്, നാണയം, പ്രാവ്. നമ്മുടെ ആടുകൾ ആരാണ്? സഭയുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് കുടിയേറി പാർത്ത അവരുടെ പുല്ല് തന്നെയാണ്, അവരുടെ തൊഴുത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ചിന്തിക്കണം. അവിടെ ഒരു പ്രശ്നം വന്നാൽ അവരെ മൊത്തമായിട്ട് പുറത്തിറക്കും. ആടും കാളയോടും കൂടെ അവർ പുറത്താക്കുമെന്ന് മതിക്കുന്നത് കർത്താവ്.
ആ കാളകളോടും ആടുകളോടും കൂടെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് IELTS പോലെ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞ് ധനം തരുന്ന സംവിധാനങ്ങളും ആ വ്യക്തിയെയും അതോടുകൂടി പുറത്താക്കുമെന്നാണ് അർത്ഥം. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവർ. അത് കർത്താവ് എങ്ങനെയാ പുറത്താക്കുന്നത്? ചാട്ട എടുത്തിട്ടാണ്. അന്ന് ചാട്ടവാറായിരുന്നെങ്കിൽ ഇന്ന് ചാട്ടയുടെ സ്ഥാനത്തുള്ള ആണവ ബോംബുകളാണ്. ഒറ്റ പുറത്താക്കുള്ളൂ. പിന്നെ അടുത്തൊരു അങ്ങോട്ടും ഒരു തീരുമാനമില്ല. ഇനിയുള്ള കർത്താവിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ക്രോധമാണ്. അതിനെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് യേശു ക്രിസ്തു നമ്മെല്ലാം സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിട്ട് നമുക്ക് ഒരുങ്ങാം. നീതിബോധം, സമാധാനം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. കർത്താവ് പറയുന്നത്, യേശു പറയുന്നത് ഒരു വാക്കോടെ കാണും, നിന്റെ വലം കൈ ചെയ്യുന്ന എന്താണെന്ന് നിന്റെ ഇടം കൈ അറിയരുത്. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടുന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പോകാമെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു അമ്മ ഓടി വന്ന് എൻ്റെ കയ്യിൽ പ്രിയപ്പെട്ടവരെ പൈസ വെച്ച് തന്നു. എത്ര പൈസ നോക്കിയില്ല, ഞാൻ നോക്കിയില്ല എത്രയാണെന്ന്. ഞാൻ പറഞ്ഞു പൈസ എനിക്ക് വേണ്ട. അപ്പോൾ ചേട്ടാ വണ്ടിക്കൂലി എത്ര ലിറ്റർ ഓടി വന്നു, 2 ലിറ്റർ എണ്ണയിൽ കത്തൻ്റെ ഓടി വരാൻ ഇതാ ഒരു പൈസ വണ്ടിക്കൂലി ആയിട്ട് തരുന്നത്. ഞാൻ പറഞ്ഞു ഒരു പൈസ പോലും വേണ്ട, എനിക്ക് ആവശ്യമില്ല, ഞാൻ പണം വാങ്ങിയില്ല. പക്ഷേ ഞാൻ ഒരു കണ്ടീഷൻ വെച്ചവിടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ പണം എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പണം കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, തിരത്താശ്രമമായിട്ട് ഒരു ആശ്രമമുണ്ട്. അവിടെ ഒരുപാട് 100ഓളം രോഗികളെ, തലയ്ക്ക് ഇച്ചിരി വെളിവില്ലാതെ വന്നവർ, മരണാസനായി കിടന്ന് മരിക്കാത്തവർ, കാലും കൈ ഒടിഞ്ഞവർ, ക്യാൻസർ രോഗിച്ച് ആരും നോക്കാനില്ലാത്തവർ, 100ഓളം പേരെ നോക്കുന്ന ഒരു ആശ്രമമുണ്ട്. അതിൻ്റെ പേര് തിരത്താശ്രമം എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. തിരത്താശ്രമം. അങ്ങനെ തിരത്താശ്രമം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഈ പൈസ നിങ്ങൾ അവിടെ കൊണ്ട് അവർക്ക് കൊടുത്തരുന്നു. ഞാൻ തുറന്നു നോക്കി പോലില്ല, എത്ര പൈസ ഉണ്ടോ പോലും നോക്കിയില്ല. ഞാൻ പണം വാങ്ങിയില്ല പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ ആരുടെ അടുത്തും പണം വാങ്ങാറില്ല. പിന്നെ ചിലർ യൂട്യൂബൊക്കെ തുടങ്ങാൻ വേണ്ടി ചില പൈസകളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വാങ്ങും, സുവിശേഷത്തിന് വേണ്ടി വാങ്ങും. മറ്റത് എൻ്റെ സ്വന്തമായ ആവശ്യങ്ങൾക്ക് ഞാൻ പണം വാങ്ങാറില്ല, വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്കൊരു നിഗൂഢ ആനന്ദം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു ശുശ്രൂഷ കഴിഞ്ഞ്, നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആരുടെ അടുത്തും പണം വാങ്ങിയില്ല. അതാണ് സുഖം, അതാണ് പരിശുദ്ധമായ സന്തോഷം. പണം മേടിച്ച് തിന്നു കുടിച്ച് മറ്റുള്ളവരുടെ പണം മേടിച്ച് അത് ഇറച്ചി മീൻ ഇഷ്ടം പോലെ വാങ്ങിച്ചെന്ന് സുഖിച്ചതിനൊന്നല്ല സുവിശേഷം. ആ സുവിശേഷത്തോട് ഞാൻ യോജിക്കുന്നില്ല. ഞാനങ്ങനെ സുവിശേഷകനല്ല, ഞാൻ അങ്ങനത്തെ ഒരു സുവിശേഷകനല്ല. ഈ ലോകത്ത് എന്ത് കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ വന്നാലും ഞാൻ മറ്റുള്ളവരുടെ പണം മേടിച്ച് ആസക്തിയോടെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരു സുവിശേഷം പ്രഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് സമ്പത്തില്ലാതെ വന്നാൽ, ഈ സുവിശേഷം നിർത്തിയാൽ, ഈ മൊബൈൽ ഫോൺ നിർത്തി ഉപേക്ഷിച്ചാൽ അത് നിർത്തിപ്പോകുകയുള്ളൂ. ഞാൻ നിങ്ങളെ അറിയിക്കും, പ്രിയപ്പെട്ടവരെ, എനിക്ക് സമ്പത്തിയില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിർത്തിയിരിക്കുന്നു. നിങ്ങളും ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയും. കാരണം യൂട്യൂബ് ചാനലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. യൂട്യൂബല്ല, ഈ മൊബൈലിൻ്റെ ചില പ്രശ്നങ്ങൾ, വലിയ റിസ്ക്, വലിയ അപകടകരമായ രീതിയിൽ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ വാർത്തകളിൽ കേട്ടിട്ടുണ്ടാവും. ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ടവറുകളില്ലാതെ, ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ തന്നെ എലോൺ മസ്കിന് ബഹിരാകാശത്തുള്ള ആ ഉപഗ്രഹത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇഷ്ടമുള്ള പരിപാടി പ്രക്ഷേപണം ചെയ്യാം. അങ്ങനെ കാലം വരുന്നുണ്ട്, വലിയ താമസമില്ലാണ്ട്. അപ്പോൾ അതിൻ്റെ ഭയാനകമായ അപകടങ്ങൾ അതിന് വേണം പിന്നീട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആ സംഭവങ്ങൾ എന്തൊക്കെയാണ്. നമ്മളൊന്ന് മനസ്സിൽ കാണുന്ന കാര്യങ്ങളല്ല അവിടെ പിന്നെ സംഭവിക്കുന്നത്. ഒരു മനുഷ്യനെ വീട്ടിൽ വെച്ച് തന്നെ നശിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആളിരിക്കുന്ന അമേരിക്കയിലായിരിക്കും, പക്ഷേ ആ മനുഷ്യന് ഞാൻ ഉപയോഗിക്കുന്ന ചില ചാനലിൽ കൂടെ എന്നെ നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അത്ര വലിയ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് അവിടെ നിൽക്കട്ടെ, ബന്ധപ്പെട്ട് അതിൻ്റെ നന്മകളും അതിൻ്റെ ചില വശങ്ങളിൽ കൂടെ നന്മയുണ്ട്, പക്ഷേ അതിനോടൊപ്പം അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുടെ സന്തോഷവുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വചനം മനസ്സിലുണ്ടാവും. അതിന് നമുക്ക് ഈ ക്രിസ്മസ് സമയത്ത് നമുക്ക് ദൈവരാജ്യത്തിലായിരിക്കാം. നമ്മുടെ സഭാരാജ്യത്തെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ സഭയിൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല, ഈ നീതിബോധമൊന്നും നമുക്ക് കിട്ടില്ല. നമുക്കൊരു കുർബാന സ്വീകരിക്കാം, പോരാ. പിന്നെ ഒരു മാമോദിസയോ മരിച്ചോടക്കോ അല്ലെങ്കിൽ വിവാഹമോ ഉണ്ടെങ്കിൽ അതിന് ചെന്നു, അതിൻ്റെ പൈസ കൊടുത്താൽ റെസിഡടക്കം കിട്ടും, അത് ചെയ്തു പോകുന്നു, നമ്മൾ പോകുന്നു. ഇത്രയേ കിട്ടുള്ളൂ. നമുക്ക് എവിടുന്ന എന്തെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഇടവകയിൽ നിന്ന്, സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യം എന്ന് പറയുന്ന ഭക്ഷണവും പാനീയമല്ല, പ്രത്യേക നീതി സമാധാനം പരിശ്രമ സന്തോഷമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂടെ ദൈവരാജ്യത്തിലായിരിക്കാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.